ഹലോ, ഒരു നെയ്പത്തിരിക്ക് കഴിക്കാൻ തോന്നിയാലേ തലേന്ന് അരിയൊന്നും കുതിർത്താണ്ട് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് നമുക്കൊരു നെയ്പത്തിരി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ട് ഇന്ന് കാണിക്കുന്നത് കുറേ യൂട്യൂബേഴ്സ് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടി ഞാൻ ഇവിടെ 4 കപ്പോളം റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് ചെറു ചൂടുവെള്ളം കേട്ടോ കുറച്ച് ഒഴിച്ച് ഒന്ന് അടച്ച് വെക്കുക, ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോഴത്തേക്കും ആ റവയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടും കേട്ടോ നമുക്ക്. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന നെയ്പ്പത്തിൻ്റെ ആ ഒരു അരപ്പ് തന്നെയാണ്. കുറച്ച് തേങ്ങ, അതിലേക്ക് ഉള്ളി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം കേട്ടോ, ഇതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടെടുക്കുക. എന്നിട്ടുണ്ടല്ലോ നമുക്ക് നേരെ ആ ഒരു റവയുടെ കൂട്ടിലെ അതിലേക്കൊന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അരമണിക്കൂർ കൊണ്ട് ഇതാ റവ ഇതുപോലെ നന്നായിട്ട് എന്താ പറയുക, ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അതിലേക്കാട്ടെ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് കൈവച്ച് തന്നെ കുഴച്ചെടുക്കട്ടോ. നന്നായിട്ട് കൈവച്ച് തന്നെ കുഴച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് കയ്യിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് കയ്യിൽ ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കട്ടോ. അപ്പോൾ ഈ ഒരു ടൈം നമുക്ക് അവിടെ കുറച്ച് ഓയിൽ ചൂടാകാനായിട്ട് വെക്കാം. പിന്നിലെ നമ്മൾ നോർമൽ നെയ്പ്പത്തിരി ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലല്ലേ ഉണ്ടാക്കാറ്, അതായത് നല്ല എണ്ണ ചൂടായ ശേഷം നമ്മളത് ഇട്ട് കൊടുക്കാറ്. എന്നല്ലേ ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു പത്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. കാരണം റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് മുരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ എടുത്തിട്ട് ഒരു പത്തിരി പ്രസ്സിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു പാക്കിലോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കാം. ഭയങ്കര തിന്നായിട്ട് അങ്ങനെയല്ല, ഒരു മീഡിയം ടൈപ്പിൽ നമ്മൾ എടുക്കുക. സാധാരണ പത്തിരിക്ക് ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ചൊരു തിന്നായിട്ട് നമ്മൾ വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ആ ഒരു ചൂടായിട്ടുള്ള ഓയിലിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് തിരിച്ച് മറിച്ചൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മളതൊന്ന് കോരിയെടുത്തേക്കാം കേട്ടോ. പിന്നെ ഈ റവ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാ അരി വെച്ച് ഉണ്ടാക്കുന്ന ടൈപ്പിൽ അങ്ങ് പൊങ്ങി വരണില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഈ റവ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മൊരിച്ചിൽ ഒരു മണിക്കൂറോളം ആ ഒരു മൊരിച്ചിൽ തന്നെ നിൽക്കും കേട്ടോ. നമ്മൾ അരി വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് ആ ഒരു മൊരിച്ചിൽ പോകുന്നില്ലേ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഈ ഒരു റവ വെച്ച് ഉണ്ടാക്കുന്ന ഈ ഒരു പത്തിരി നമുക്ക് ചായക്കൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. കുട്ടികൾ വരുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേക്ക് ഉണ്ടാക്കി വെച്ചാൽ ഒരു കുഴപ്പമില്ല, ആ ഒരു മൊരിച്ചിൽ തന്നെ ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ ചിക്കൻ കറിക്കായാലും ബീഫ് കറിക്കൊക്കെ ആയാലും അടിപൊളി കോമ്പിനേഷനാണ്. ഒന്ന് ട്രൈ ആക്കി നോക്കൂട്ടോ.